അപ്പോൾ വീക്കെൻഡ് ആയിക്കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കേട്ടോ പിള്ളേരുകൾ, വല്യപ്പച്ചൻ്റെ പിള്ളേരും നമ്മുടെ പിള്ളേരും ഒരുമിച്ച് കളി ബഹളാട്ടോ. രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ അവർ ഒരുമിച്ചായിരിക്കുള്ളൂ. ആഴ്ച എല്ലാ ദിവസവും കളിക്കും, എന്നാലും വീക്കെൻഡ് എന്ന് പറഞ്ഞാൽ അവർക്ക് സ്പെഷ്യലാട്ടോ. അവരെ കളിയൊക്കെ കഴിഞ്ഞ് അവരൊരു സെറ്റ്, പിന്നെ ഹെനോക്ക് വേറൊരു സെറ്റ് കേട്ടോ. കുഞ്ഞായതുകൊണ്ട് അവരുടെ കൂടെ കൂടാൻ പറ്റത്തില്ല. അപ്പോൾ അവൻ നേരെ പറമ്പിലേക്ക് ഇറങ്ങിയിട്ട് നമ്മുടെ പറമ്പിൽ ചേട്ടനും അമ്മച്ചിക്ക് കുറച്ച് പണിയിലുണ്ട്. ഈ പട്ടക്കമൊന്നും വെറുതെ വീണ്, അതൊന്നും അവനൊരു വിഷയമില്ല. ഇന്നും അതേ വീഴ്ചയും ഓട്ടമാണ്, ഒരു രക്ഷയില്ല, നല്ല കുറുമ്പുമാണ്. അതേ ചേട്ടൻ പണിയെടുക്കുന്നുണ്ട് അവിടെ. അമ്മ മധുരക്കിഴങ്ങൊക്കെ നട്ട് വയ്ക്കാം കേട്ടോ. പിന്നെ ചേട്ടൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് ചേട്ടനും കൊച്ചും കുറച്ച് റെസ്റ്റ് എടുക്കണം. നമ്മുടെ പറമ്പാട്ടോ ഇത്, നല്ല ഭംഗിയുണ്ടോ കാണാനായിട്ട്. ഇടയ്ക്കാരൊക്കെ അടുപ്പിച്ചടുപ്പിച്ച് വെച്ച് നല്ല സെറ്റാണല്ലോ കാണാൻ. നമ്മുടെ ചീരയൊക്കെ മുമ്പ് മുളപ്പിച്ചായിരുന്നു കേട്ടോ, അതൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ ചക്കയാവും. നമ്മുടെ ഇവിടെ ഇതേ രണ്ടാമത്തെ സീസണായിട്ടോ ചക്കയൊക്കെ ആവുന്നത്. നമ്മുടെ പിള്ളേരൊക്കെ മണ്ണിൽ കളിച്ച് വളരുന്ന പിള്ളേരായിട്ടോ. ഞങ്ങളുടെ ചെറുപ്പത്തിൽ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു, മണ്ണും ചെളിയും വെള്ളമൊക്കെ ആയിരുന്നു കേട്ടോ. ഞാൻ ആലോചിക്കുക ഫ്ലാറ്റിലൊക്കെ ജീവിക്കുന്നവർക്ക് ഇതൊന്നും അത്രയ്ക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇങ്ങനെ നമ്മുടെ നാട്ടിലുള്ളവർക്കല്ലേ കുറച്ചുകൂടി പറ്റുള്ളൂ. ദൈവം മഞ്ഞൾ പരിപാടി തുടങ്ങി. ഇഞ്ചിയാ നോക്കിയ ശരിക്കും നോക്കിക്കുന്നത് എന്താന്ന്? ഇതിന്റെ കളർ എന്താ? ഓറഞ്ച് ആണോ? ശരിക്കും നോക്കിക്കേ, ഓറഞ്ച് ആണോ? ഒരു യെല്ലോ ഷെയ്ഡ് അല്ലേ? അപ്പൊ എന്താ സാധനം? ഇഞ്ചിക്കുട്ടിയല്ല, വേറെന്താ? നമ്മള് കറിയില് ഒരു യെല്ലോ കളർ പൗഡർ ഇടില്ലേ, അതെന്താ? ആ അപ്പൊ മഞ്ഞളല്ലേ ഇത്? ആ നമ്മൾ പറമ്പിൽ മഞ്ഞൾ കഴിഞ്ഞ വർഷം നട്ടതാട്ടോ. അപ്പം അത് പറിക്കാനും സമയം, ഇപ്പം മഴയാണല്ലോ, അപ്പോൾ അത് വീണ്ടും പൊടിച്ച് വരും. അപ്പം അതിന് മുള വരുന്നേക്ക് മുമ്പ് നമ്മളത് പറിച്ച് പുഴുങ്ങി ഉണക്കി നമ്മൾ പൊടിയാക്കും കേട്ടോ. അപ്പോൾ ഇത് കുറച്ചുണ്ടായിരുന്നു, കഴിഞ്ഞ വർഷം കുറച്ച് കൂടുതലുണ്ടായിരുന്നു, ഇത്തവണ കുറച്ച് കുറവാട്ടോ. അപ്പോൾ അത് പറിച്ചിട്ട് അതിൻ്റെ മണ്ണൊക്കെ കളഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുപോകും. അത് കഴിഞ്ഞിട്ട് അവിടെ ചെന്നിട്ടാണ് നമ്മൾ അതിൻ്റെ നാരൊക്കെ കളഞ്ഞ് നമ്മൾ സെറ്റാക്കണേ. അപ്പോൾ നമ്മുടെ പറമ്പിൽ കുറച്ച് വാര ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മൾ മഞ്ഞൾപ്പൊടിയൊന്നും പുറത്തൊന്നും മേടിക്കാറില്ല, കടയിൽ നിന്ന് മേടിക്കാറില്ല. മുളകൊക്കെ മേടിക്കാറുണ്ടോ. മഞ്ഞളൊക്കെ നമ്മളിവിടെ തന്നെ കൃഷി ചെയ്ത് എല്ലാ കൊല്ലവും അങ്ങനെ കേട്ടോ, എല്ലാ കൊല്ലം കൃഷി ചെയ്ത് സെറ്റാവണതാണ് കേട്ടോ നമ്മുടെ വീട്ടിലെ പൗഡറൊക്കെ. അപ്പോൾ അതേ നടന്ന് പോയ കൊച്ചുണ്ട്, തിരിച്ചു വരുമ്പോൾ നമുക്ക് എടുക്കേണ്ടി വരും, അങ്ങനെയാണ്. അപ്പോൾ അതേ തിരിച്ച് വന്നപ്പോൾ നമുക്ക് 3 ചാമ്പയ്ക്ക മരമുണ്ട് കേട്ടോ. അപ്പോൾ അവന് ചാമ്പയ്ക്ക മരം ഇതുണ്ട്. അപ്പോൾ ചെളിയിലേക്ക് കളിച്ചുകൊണ്ട് വേഗം പോയി കൈയൊക്കെ കഴുകി ആ ചാമ്പയ്ക്കൊക്കെ പൊട്ടിച്ച് സെറ്റായി. ഇതായിട്ടും നമ്മൾ പൊട്ടിച്ച മഞ്ഞൾ ഇതിൻ്റെ ഈ വേരൊക്കെ കളയും. വേരൊക്കെ കളഞ്ഞിട്ട് നല്ല ക്ലീൻ ആക്കും കേട്ടോ. മണ്ണൊക്കെ കഴുകി കളഞ്ഞ് നമ്മൾ പുഴുങ്ങി വെയിലത്തിടും കേട്ടോ. അപ്പോൾ അടുത്ത്